ഇന്ന് നിന്ന് ശരിയാക്കും. എത്ര ദിവസമായി ഇവിടെ വന്നിട്ട്. അച്ഛനെ കുഴപ്പമുണ്ടാക്കരുത്. ഇവിടെ ആകെ പ്രശ്നങ്ങളാ. ഞാൻ പറയുന്നത് കേൾക്ക്. നീ ഒന്നും പറയണ്ട. കയ്യിൽ കുറെ കാശ് സുഖ സാപ്പാട് കിട്ടിയപ്പോ നീ എന്നെ മറന്നു അല്ലടാ. നന്ദി വേണോടാ, നന്ദി. ആശ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ആ ജയരാമന് സുമാൻ ഈ കുഴപ്പത്തിനൊക്കെ കാരണം അവരാ പാവം പെൺകുട്ടി ചതിക്കുകയായിരുന്നു. ആ വൈദ്യരാണെങ്കിൽ ഇവിടുത്തെ ചുറ്റിക്കളികളൊന്നും അറിഞ്ഞിട്ടില്ല. എല്ലാം ഒന്ന് നേരെയാവുന്നതുവരെ ഞാനിവിടെ നിന്നേ ഒക്കൂ. എല്ലാം ഞാൻ വിശദമായിട്ട് പറയാം. അപ്പാ, എത്ര നാളായി അപ്പാ കണ്ടിട്ട്. ചരവൃത്തി അച്ഛൻ കുഴപ്പമുണ്ടാക്കരുത്. അയ്യോ, അമ്മാവനോ? അമ്മാവനെ പോന്നു. ആനമയിലൊട്ടകം ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട്? ഞങ്ങൾ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. കേട്ടാ അവള് പറയുന്നത് കേട്ടാ. ഞാൻ പറയുന്ന വന്ന കാലിൽ അമ്മാവൻ നിൽക്കുന്നുണ്ടാ. വരും, നമുക്ക് വല്ലതും കഴിക്കാം. നടക്ക്. വയറ് നിറയെ വല്ലതും കഴിക്കാം. എന്റെ അപ്പൻ അപ്പ തലമുട്ടല്ലേ. ഇവിടെ അമ്മായിമാരെന്നെ എവിടെയും വിടൂല. ഭയങ്കര ഇഷ്ടാ. ശിവക്കാണെങ്ങനെ ജീവനാ. വല്ലാത്ത ജോലി തിരക്കാ ഭാനുവേട്ടന്. എന്തായാലും ഞങ്ങൾ അടുത്ത ആഴ്ച അങ്ങോട്ട് വരും. ഇതും കൂടി കഴിക്കും. കാല് മറിയുന്ന തോന്നുന്നു. അങ്ങനെയാണ് കാര്യത്തിന്റെ കടം. എടാ വേന്ദ്രന്മാരെ, നിങ്ങൾ പേടിക്കണ്ട. ധൈര്യമായിട്ട് ഇങ്ങനെയില്ലെങ്കോ എല്ലാം നാനേ പാത്തുக்கிறேன். ഇതാ മുറുക. ഇനി മോള് സങ്കടപ്പെടണ്ട. മോൾക്ക് നല്ല കാലം വരപ്പോകുത്, നല്ല കാലം വരപ്പോകുത്. അല്ല, ഇതാരാ? എപ്പോ വന്നു? ഞാൻ മരുന്ന് കൂട്ടുപുരയിലായിരുന്നു. കുറെ നേരമായി വന്നിട്ട് ഞാൻ അന്വേഷിക്കായിരുന്നു. ചവനപ്രാശനിലേക്കും വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കൂട്ടാണ്. പരുവൊന്ന് തെറ്റിയാ പോയി. ആരെയും വിശ്വസിച്ചേൽപ്പിക്കാൻ വയ്യ. നശിപ്പിക്കുക തിരുമുഖം. ഇനിയിപ്പോ കാര്യങ്ങളൊക്കെ ഭാനു തന്നെ ചെയ്യണം. പുതുമുടി ആയതുകൊണ്ടാ ഞാനിപ്പോ ശല്യപ്പെടുത്താത്തത്. അന്റെ കാര്യത്തിൽ ഒട്ടും താമസിക്കണ്ടെന്നേ ഫാദറായ ഞാൻ പറയും. എല്ലാം ഇവൻ ഭംഗിയായിട്ട് ചെയ്തോളും. അല്ലേ മോനെ? ഈ വേഷമൊക്കെ ഒന്ന് മാറ്റി വിശ്രമിക്ക. എന്താ മോളെ നോക്കി നിൽക്കുന്നത്? ഇല്ല, എനിക്ക് ഉടനെ പടങ്ങണം. ഇവരെ അങ്ങോട്ട് കാണാത്തോണ്ട് ഞാൻ ഇങ്ങോട്ട് വന്ന് കാണാമെന്ന് കരുതി. അത്രേ ഉള്ളൂ. കണ്ടു, വയറ് നിറച്ച് സാപ്പിട്ടു, 2 മുട്ടയടക്കം സന്തോഷമായി. ഞാൻ ഇറങ്ങുക. എനിക്കും അവിടെ ചെന്ന് ശമനപ്രാസം ഉണ്ടാക്കണം. അവരെ കാണണമെന്ന് തോന്നുമ്പോ ഇങ്ങോട്ട് പോരെ. അവിടെ ആരാ ഉള്ളത്? ആരാ? അതല്ല, അവരങ്ങോട്ട് വന്നേ തീരുമെന്നുണ്ടെങ്കില് അവരെ അങ്ങോട്ട് വിടുന്നതിലും എനിക്ക് വിരോധമില്ല. അത് വേണ്ട. കാണണമെന്ന് തോന്നുമ്പോ ഞാൻ ഇങ്ങോട്ട് വന്ന് കണ്ടുകൊള്ളാം. വരട്ടുമാ. കൊടാ വാടാ. ഞാനങ്ങോട്ട്. ഈ മസിൽ കണ്ട അവനവിടെ? അവൻ അങ്ങ ഉണ്ട്. വരട്ടുമാ. അച്ചമ്പി അങ്ങനെ അങ്ങ് സുഖിച്ചു പോയാലോ? ഭാനുവിക്രമനെ കൊണ്ടേ പോവുള്ളൂ പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് അങ്ങനെ പോയാലെങ്ങനെ? കൊണ്ടുപോകട്ടുമാ. വൈദ്യരിക്കിട്ട എല്ലാ വിവരവും சொல்லட்டுமா? ജയരാമന് സുകുമാരൻ എങ്കിട്ട വന്ന വിവരവും சொல்லட்டுமா? ചതിക്കല്ലേ പണാശാനെ, ഞങ്ങൾ കാല് പിടിക്കാം. ഇയാളോട് കെഞ്ചിട്ട് കാര്യമില്ല. വഴി വേറെ ഉണ്ട്. ഒരു മർമ്മപ്രയോഗം. വൈദ്യമഠത്തിലെ ഇളം തലമുറയ്ക്ക് എല്ലാ മർമ്മങ്ങളും അറിയാം. ഈ വിരള് തിരിച്ചൊന്ന് പ്രയോഗിച്ചാലുണ്ടല്ലോ, താൻ പെടുക്കും. പെടുത്ത് ഞൊണ്ടി ഇറക്കും. നീ പുൾത്തും, നീ അന്തരമാർക്കെ പറക്കും. അത് കൊള്ളാം. പെണ്ണുങ്ങൾ വസ്ത്രം മാറുന്നത് മറന്നു നിന്ന് നോക്കുന്നത് മഹാ
മോശം 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 ഹലോ ഹലോ ഹലോ, സ്വസ്ഥമായൊരു മുറി, അവിടെ സ്വന്തം ഭാര്യ വേഷം മാറുന്നത്, ഭാര്യ ഏറെ സ്നേഹിക്കുന്നവർ നോക്കി നിന്നു പോവും. അത് ഈ ഭൂമി മലയാളത്തിൽ ആരായാലും നോക്കും. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഞാനും ഒരു മനുഷ്യനാ, വികാരവും വിചാരവും ഒക്കെയുള്ള ഒരു മനുഷ്യൻ. പിന്നെ ഞാൻ ഇത്രയും കൺട്രോൾ ചെയ്യുന്നതിന് ക്ഷമാശീലത്തിനുള്ള ദേശീയ അവാർഡ് എനിക്ക് തരേണ്ടി വരും. അതെ, ഞാനിപ്പോ നിന്നെ എന്ത് ചെയ്താലും എന്നോട് ഒരക്ഷരം ആരും ചോദിക്കാൻ പോകുന്നില്ല, അറിയോ? എന്നാ ചെയ്ത് നോക്ക്. എന്തോന്ന് ചെയ്യാൻ, അത്രയ്ക്ക് ഗതികേടൊന്നും ഭാനുവിക്രമൻ ഇപ്പോഴില്ല. എന്റെ വിധി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ ചുമക്കേണ്ടി വരുമോ? ഹലോ, മോളിപ്പോ അങ്ങനെ കഷ്ടപ്പെട്ട് എന്നെ ചുമക്കണ്ട. ഒരു കാര്യം ചെയ്യും, എത്രയും പെട്ടെന്ന് ഈ കോൺട്രാക്ട് അവസാനിപ്പിച്ച് എന്നെ അങ്ങ് പറഞ്ഞു വിട്ടേ, ഞാൻ പോയേക്കാം. ചിറക്കറി ഇല്ലെങ്കിൽ പൊളിക്കും, ഞാൻ കംപ്ലീറ്റ് പൊളിക്കും. കൊട്ടാരത്തിലേക്ക് കൊടുത്തയക്കേണ്ട കൂട്ടാ, ഇന്ന് തന്നെ തിരുമുഖം ഇത് അവിടെ എത്തിക്കണം. ഓ ആയിക്കോട്ടെ. മോളെ, ഇതാര്? എത്ര കാലായി കണ്ടിട്ട്? വന്നത് ഇതെന്റെ മകൾ ഗംഗ, BA കഴിഞ്ഞു. പിന്നെ എനിക്ക് താങ്കളെ കൊണ്ടൊരു ആവശ്യമുണ്ട്, അതിനാ വന്നത്. എന്താവശ്യമുണ്ടെങ്കിലും പിന്നീട്. ഇപ്പൊ അകത്ത് കയറിയിരിക്കുക, വന്ന കാലം നിന്ന് കാര്യം പറഞ്ഞു പോകാനാണോ ഭാവം? അത് ഞാൻ വിടില്ല. മോളെ, മോളുവാ. ആരാവട്ടെ. മോളെ, ഇതാരെന്നറിയോ? അറിയില്ല. ഡോക്ടർ PKR പിള്ള, അലോപ്പതിയാ. പക്ഷേ മകളാണെങ്കിൽ അലോപ്പതിയുടെ ബദ്ധ ശത്രു. ഒറ്റമൂലികളെ കുറിച്ച് മാത്രം പഠിച്ച് അതിൽ തന്നെ പരീക്ഷണം നടത്തുന്നതിലാ ഇവൾക്ക് താല്പര്യം. എന്താ പേര്? ഗംഗ. വരൂ. പിന്നെ ഞാൻ വന്നത് അന്യമായിക്കൊണ്ടിരിക്കുന്ന വിഷവൈദ്യ പാരമ്പര്യത്തെ കുറിച്ച് മോൾ ഒരു ഗവേഷണം നടത്തുന്നുണ്ട്. ഓ, അതിന് താങ്കൾ അവളെ ഒന്ന് സഹായിക്കണം. കൊള്ളാം, വളരെ നല്ല സെലക്ഷൻ. വരൂ. ആരായാൽ? അത് എന്റെ ഭർത്താവ് ബാനു. ബാനുവോ? എന്താ, അറിയോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. എവിടെയാ കണ്ടിട്ടുള്ള പോലെ? കണ്ടിട്ടുണ്ടാവും. തെരുവിലല്ലായിരുന്നു വാസം. അല്ല, കാണാൻ വഴിയില്ലെന്ന് പറയായിരുന്നു. അദ്ദേഹം കേരളത്തിൽ വന്നിട്ട് അധികം കാലമായിട്ടില്ല. ഇത് ഈ കുടുംബത്തിന്റെ മാത്രം പരമ്പരകൾക്ക് പകർന്നു കൊടുക്കേണ്ട വിദ്യയാണ്. അഗസ്ത്യ പിതാമഹൻ പൂർവികർക്ക് നേരിട്ട് നൽകിയത്. മനുഷ്യരിലെ ചാതുർവർണ്ണ്യം പോലെ സർപ്പങ്ങളിലും ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രരെന്ന് 4 വിഭാഗങ്ങൾ, കൂടാതെ നപുംസക ജാതി ഉരകങ്ങളും. സർപ്പദംശത്തിൽ ഉഗ്രവിഷം ക്ഷത്രിയ വംശ ഉരകങ്ങൾക്ക്. മോളെ, ഭാനുവിനോട് ഇങ്ങോട്ട് വരാൻ പറയും. ശരി അച്ഛാ. എല്ലാം ഇതിൽ സവിസ്തരം പറയുന്നുണ്ട്, വായിച്ചു നോക്കാം. യാൽപ്പാണം മലയ ഹരാതി 18 സിദ്ധന്മാരാൽ ക്രോഡീകരിക്കപ്പെട്ടത്. ചെന്തമിഴ് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ആ ഭാനു, ഇത് ഗംഗ. വിഷവൈദ്യത്തിൽ ഗവേഷണം നടത്തുന്നു. എന്റെ കയ്യിലുള്ള ചില അറിവുകൾ കിട്ടാനായി വന്നതാ. ഈ വൈദ്യമഠത്തിലെ മാത്രമായ അറിവുകൾ അനന്തരാവകാശിക്ക് മാത്രമേ ഉപദേശിക്കാവുന്നുണ്ട്. അതുകൊണ്ട് താളിയോലക്കെട്ടുകൾ സൂക്ഷിക്കുന്ന അറ തുറന്ന് ഗംഗയ്ക്ക് വേണ്ട താളിയോലകൾ എടുത്തു കൊടുക്കണം. ശരിയച്ചാ. ഇനിയെല്ലാം ഞാൻ ഭാനുവിനെ എത്തിക്കുന്നു. ഞാനായിട്ട് പറയേണ്ടത് മാത്രം ഞാൻ പറഞ്ഞുതരാം. എന്താ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ആ, കുട്ടി കൂടി ചെന്നോളൂ. ഭാനുവിക്രമൻ ഒന്ന് നിന്നേ.
അഭിനയം വളരെ നന്നായിട്ടുണ്ട്. സത്യം പറ, എന്തിനു വേണ്ടിയാ ഈ ആൾമാറാട്ടം? ആൾമാറാട്ടോ? ആര് മാറാട്ടം ആടിയ കാര്യമാ കുട്ടി പറയുന്നത്? അവതാര കഥയിൽ എത്രാമത്തെയാ ഈ ഭാനുവിക്രമാവതാരം? വല്ലതും മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയെ പറഞ്ഞാൽ മനസ്സിലാവും. ശരി, എല്ലാം മനസ്സിലാക്കി കൊടുക്കാം എല്ലാവരെയും. കുട്ടി വരുന്നുണ്ടോ? കിന്നാരം പറഞ്ഞേക്കാൻ എനിക്ക് സമയമില്ല. തുറന്നു പറയ, എന്തിനാ നിങ്ങൾ വീട് വിട്ടിറങ്ങിയത്? എന്തിനു വേണ്ടിയായി അഭിനയം? അതെ, ഞാൻ അഭിനയിക്കുകയാണ്. പക്ഷെ അത് ഇയാളുടെ മുന്നിലല്ല, ഇവിടുത്തെ മഹാവൈദ്യരുടെയും പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെയും മുന്നിലാ. ഈ വൈദ്യമഠത്തിലെ ഇപ്പോഴത്തെ അനന്തരാവകാശിയായി എന്നെ കണ്ടെത്തിയിരിക്കുകയാണ് വൈദ്യർ. ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്തുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഒരപേക്ഷയുണ്ട്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവിടെ എത്തപ്പെട്ടാനാണ് ഞാൻ. ഇപ്പോഴെനിക്കിവിടെ ഒരു ദൗത്യമുണ്ട്. അത് കഴിയുന്നവരെ ഈ രഹസ്യം ആരും അറിയരുത്. സത്യം പറഞ്ഞ എനിക്ക് ഈ വൈദ്യമഠത്തിന് മുറ്റത്ത് കാലെടുത്ത് കുത്താനുള്ള ഒരു യോഗ്യതയുമില്ല. ലാടന്മാരുടെ നാടോടി സംഘത്തിൽ നിന്നും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവിടെ എത്തപ്പെട്ടവനാണ് ഞാൻ. ലാടന്മാരുടെ സംഘത്തിൽ നിന്നോ? ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. എന്തിനാ മനു നീ നിന്റെ പാസ്റ്റ് മറക്കാൻ ശ്രമിക്കുന്നേ? അതൊന്നും കുട്ടി അറിയണമെന്നില്ല. എടുത്തു വെച്ച് ഇതൊക്കെ പഠിക്കേ. താമസിയാതെ എല്ലാം അറിയും. ആ കുടി. നല്ല വെടല കരിക്ക. അണ്ണാ, അവര് തങ്ങളുടെ എന്തോ നീലിപ്രിങ്ങാതിയുണ്ട്. ആര് തമ്മില്? നിലവറയ്ക്കടുത്ത് നിന്ന് ആ ഭാനുവിക്രമനും ഗംഗക്കൊച്ചും ചേർന്ന് എന്തുണ്ടായി? ചേർന്നില്ല. അവര് തമ്മിൽ എന്തൊക്കെയോ രഹസ്യങ്ങൾ പങ്കുവെക്കുന്നത് ഞാൻ കണ്ടു. എനിക്ക് പണ്ടേ തോന്നിയിട്ടുള്ളതാ അയാൾ രഹസ്യങ്ങളുടെയൊക്കെ ഒരു മരുഭൂമിയാണെന്ന്. നീ ഒന്ന് തെളിച്ച് പറടാ ശ്യാമൻ, നീ എന്താ കണ്ടത്? കണ്ടില്ല, കേട്ടു. ഈ രഹസ്യം നീ ആരോടും പറയരുതെന്ന് പ്രേമപൂർവ്വം പറയുന്നത് ഞാൻ കേട്ടു. സത്യം കിട്ടി. അവനിട്ട് പണിയാൻ പറ്റിയ അവസരം. ഇനി നീ ഇവിടെ വിലസുന്ന എനിക്കൊന്ന് കാണണം. ആര്? ഞാനാ? നീ അല്ലടാ അവൻ. എടാ ഭാനുവിക്രമാദിത്യ. ആ പെൺകുട്ടിയുമായി ഭാനുവിന് എന്തൊക്കെ ബന്ധങ്ങളുണ്ട്. അവൾ ആരാണെന്ന് കണ്ടുപിടിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. അതാരാണെന്ന് കണ്ടുപിടിച്ചിരുന്നാല് ഞങ്ങളെ എന്താ ഇന്ന് ഓപ്പറേഷൻ തുടങ്ങണം. കിടക്കായിരുന്നാ മതി. എടി ചുണ്ടൊക്കെ വലിയൊരു സംസാരിക്കുന്നിടത്ത് നിനക്ക് എന്താണ് കാര്യം? കൂടുതൽ വെളച്ചിലെടുക്കരുത്. അടങ്ങി ഒതുങ്ങി ഇവിടെ നിന്നോണം. എന്നാരും പറിക്കാൻ വേണ്ട. ഞാൻ ഇവിടെ അടങ്ങി തന്നെയാ കഴിയുന്നത്. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ഞാനിത് ശുഭിച്ചിട്ട് പറഞ്ഞല്ലോ, എല്ലാരും പുറത്തു പോകും. മോക്ക് ഞാൻ എന്തെല്ലാം വാങ്ങിത്തരാൻ പോവാണെന്ന് അറിയാമോ? ഞാൻ മോക്ക് എന്തെല്ലാം വാങ്ങിച്ചോന്ന് അറിയാമോ? എന്നാ മോളെ ഓറഞ്ച്. കൂടുതൽ സ്നേഹമൊന്നും വേണ്ട. മലയിൽ പോയി മരുന്നെടുക്കുന്നത് ഞാൻ, ഇടിച്ചു പൊടിക്കുന്നത് ഞാൻ, ഉരുട്ടിയെടുക്കുന്നത് എന്റെ അപ്പൻ ഞാൻ. ഭരണിയിലാക്കാൻ മാത്രം ആ തിരുമുഖം പിടിച്ച പിഴ. എന്താ വീരമണി ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നേ? എന്താ ഇത്? ഇത് പിന്നെ പഞ്ചജീരക കൂടാ. ഈ പറഞ്ഞ തന്നെ പഠിപ്പിച്ചാരാ അമ്മാവനൊരാളെ ഏർപ്പെടുത്തിയല്ലോ, അവനൊന്നും പറഞ്ഞു തന്നില്ലേ? എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ? അവിടെ വേറെ ചില കാര്യങ്ങളാണല്ലോ നടക്കുന്നത്. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നേ? താളിയോലക്കെട്ടുകൾ അഴിഞ്ഞു വീഴുമ്പോൾ കൂടെ അഴിഞ്ഞു വീഴുന്ന രഹസ്യങ്ങളുടെ ഓലകൾ, ആ ഓലകൾക്ക് എത്തുമ്പോൾ ഹോമിക്കപ്പെടുന്ന ജീവിതങ്ങൾ. കൂടുതൽ ദുരന്തങ്ങൾ ഇവിടെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ കുട്ടിയും അവനുമായിട്ടുള്ള പ്രേമത്തിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കണം. എപ്പ കണ്ടുമുട്ടി, എങ്ങനെ തുടങ്ങി, എങ്ങനെ പിരിഞ്ഞു, വീണ്ടും ഇവിടെ എങ്ങനെ എത്തപ്പെട്ടു, അങ്ങനെ എല്ലാം. നിരാശപ്പെടേണ്ട ജയരാമ, ഈ പ്രേമത്തിന്റെ ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ തുടരും. ക്ലൈമാക്സിൽ എത്തിക്കുകയും ചെയ്യും. അതെ, എല്ലാം കൊള്ളാം. അവസാനം കൊച്ചിന്റെ നടി കിട്ടായിരുന്ന നിങ്ങളുടെ ഭാഗ്യം. നന്നായി. ഇത് വേണം. വായിക്കാം. റിസർച്ച് ഒക്കെ കഴിയാറായോ? ഗംഗ എന്നാ മടങ്ങി പോന്നേ? ഒന്നും തീരുമാനിച്ചില്ല. ഇതങ്ങനെ പെട്ടെന്ന് തീരുന്ന ഒരു വിഷയമല്ലല്ലോ. ഇവിടുന്ന് കിട്ടാവുന്ന മുഴുവനും എടുത്തിട്ടേ ഞാൻ ഈ മടത്തിന്ന് പോവും. നീ കുറെ എടുക്കും. എത്രയും പെട്ടെന്ന് സ്ഥലം വിട്ടോ, അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടും. എന്താ വല്ലതും പറഞ്ഞോ? ഇല്ല. അത് ഗംഗയ്ക്ക് ചായ വേണോ? വേണ്ട, ഞാൻ അധികം ചായ കുടിക്കാറില്ല. പിന്നെ എന്തോന്ന് കുടിക്കും? തൽക്കാലം ഒന്നും വേണ്ട. അതെ,
ഭാനുവിനെ നേരത്തെ അറിയാമോ? ആരെ? ഭാനുവിനെ. ഓ, ശിവയുടെ ഭർത്താവിനെയോ? ഞാൻ എങ്ങനെ നേരത്തെ അറിയാനാ? എന്താ? ഒന്നുമില്ല. ഗംഗ വായിച്ചോ.